ഹായ് മക്കളെ, നമസ്കാരം. നമ്മുടെ മലയാളം അടിസ്ഥാന പാഠാവലിയിലെ എണ്ണ നിറച്ച കരണ്ടി എന്ന പാഠഭാഗത്ത് നിന്ന് കൃത്യമായിട്ട് ഓർമ്മയിൽ വെച്ചേക്കേണ്ട ആ രണ്ട് ചോദ്യങ്ങൾ ഇപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടുന്ന് പരിചയപ്പെടുന്നത് നോക്കുക. ഒരാളെ വിശ്വസിക്കുന്നതിന് മുമ്പ് അയാളുടെ ചുറ്റുപാടുകൾ ശരിയായി മനസ്സിലാക്കിയിരിക്കണം എന്ന ജ്ഞാനിയുടെ ഉപദേശം നൽകുന്ന സന്ദേശം എന്താണ്? ഒരാളെ വിശ്വസിക്കുന്നതിന് മുമ്പ് അയാളുടെ ചുറ്റുപാടുകൾ ശരിയായി മനസ്സിലാക്കിയിരിക്കണം എന്ന ജ്ഞാനിയുടെ ഉപദേശം നൽകുന്ന സന്ദേശം എന്ത്? ആരെയും കണ്ണുമടച്ച് വിശ്വസിക്കരുത്. അതിനു മുമ്പ് അയാളുടെ ചുറ്റുപാടുകൾ കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം. ചുറ്റുപാടുകൾ മനസ്സിലാക്കാതെ ആരെയും സുഹൃത്താക്കരുത്. ഒരാളുടെ പുറമോടി കണ്ടുകൊണ്ട് അയാളെ സുഹൃത്താക്കരുത്. ഏതൊരാപത്തിലും നമ്മോടൊപ്പം നിൽക്കുന്നവരും നമ്മുടെ സുഖത്തിലും ദുഃഖത്തിലും ഒരുപോലെ പങ്കുചേരുന്നവരുമാണ് യഥാർത്ഥ സുഹൃത്തുക്കൾ. നോക്കുക, ആരെയും കണ്ണുമടച്ച് വിശ്വസിക്കരുത്. അതിനു മുമ്പ് അയാളുടെ ചുറ്റുപാടുകൾ കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം. ചുറ്റുപാടുകൾ മനസ്സിലാക്കാതെ ആരെയും സുഹൃത്താക്കരുത്. ഒരാളുടെ പുറംമൂടി കണ്ടുകൊണ്ട് അയാളെ സുഹൃത്താക്കരുത്. ഏതൊരാപത്തിലും നമ്മോടൊപ്പം നിൽക്കുന്നവരും നമ്മുടെ സുഖത്തിലും ദുഃഖത്തിലും ഒരുപോലെ പങ്കുചേരുന്നവരുമാണ് യഥാർത്ഥ സുഹൃത്തുക്കൾ. സെറ്റാണല്ലോ? ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വളരെ പ്രധാനപ്പെട്ട അടുത്ത ചോദ്യം. എണ്ണ നിറച്ച കരണ്ടി സൂചിപ്പിക്കുന്നത് എന്താണ്? എണ്ണ നിറച്ച കരണ്ടി സൂചിപ്പിക്കുന്നത് എന്താണ്? എണ്ണ നിറച്ച കരണ്ടി സൂക്ഷ്മതയുടെ സൂചന നൽകുന്നു. എണ്ണയ്ക്ക് സ്നേഹമെന്നും അർത്ഥമുണ്ട്. മനസ്സിൻ്റെ നന്മയും വിശുദ്ധിയും കരണ്ടിയിലെ എണ്ണയുടെ പ്രതീകമാണ്. നമ്മളെ പ്രലോഭിപ്പിക്കുന്ന പലതും നമ്മുടെ ചുറ്റുപാടുമുണ്ടാകും. അത് നമ്മുടെ ജീവിതത്തെ വഴിതെറ്റിച്ചേക്കാം. ഓരോരുത്തർക്കും അവരുടെ സ്വപ്നങ്ങൾക്കനുസരിച്ച് ജീവിക്കാം. അപ്പോഴും മൂല്യങ്ങളും സംസ്കാരവും ഒക്കെ മനസ്സിലുണ്ടാകണം. എങ്കിലേ ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷം സാധ്യമാകൂ. സെറ്റാണോ? എണ്ണ നിറച്ച കരണ്ടി സൂക്ഷ്മതയുടെ സൂചന നൽകുന്നു. എണ്ണയ്ക്ക് സ്നേഹമെന്നും അർത്ഥമുണ്ട്. മനസ്സിൻ്റെ നന്മയും വിശുദ്ധിയും കരണ്ടിയിലെ എണ്ണയുടെ പ്രതീകമാണ്. നമ്മളെ പ്രലോഭിപ്പിക്കുന്ന പലതും നമ്മുടെ ചുറ്റുപാടും ഉണ്ടാകും. അത് നമ്മുടെ ജീവിതത്തെ വഴിതെറ്റിച്ചേക്കാം. ഓരോരുത്തർക്കും അവരുടെ സ്വപ്നങ്ങൾക്കനുസരിച്ച് ജീവിക്കാം. അപ്പോഴും മൂല്യങ്ങളും സംസ്കാരവുമൊക്കെ മനസ്സിലുണ്ടാകണം. എങ്കിലേ ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷം സാധ്യമാകൂ. സെറ്റാണല്ലോ? ഈ രണ്ട് ചോദ്യങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്തേക്കുക, പഠിച്ചു വെച്ചേക്കുക. താങ്ക് യു.